പത്തനംതിട്ടയിൽ ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും വാങ്ങിയ മദ്യക്കുപ്പിയിൽ മാക്സിമം റീറ്റെയിൽ പ്രൈസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 480 രൂപ. മദ്യം വാങ്ങിയ ആളിൽ നിന്നും വില ഈടാക്കിയത് 490 രൂപ. ഔട്ട്ലെറ്റ് ജീവനക്കാരൻ 490 രൂപയുടെ യഥാർത്ഥ ബില്ലും നൽകി. MRP 480 എന്ന് രേഖപ്പെടുത്തിയിട്ട് 490 രൂപ എന്തിനു വാങ്ങിയെന്നായി മദ്യം വാങ്ങിച്ചയാൾ. ബിവറേജസ് കോർപ്പറേഷനിലേക്ക് മദ്യം വാങ്ങിയാൽ നേരിട്ട് ഫോൺ വിളിച്ച് പരാതി പറഞ്ഞു. കേസ് കൊടുക്കാൻ പോകുകയാണെന്ന് മുന്നറിയിപ്പും നൽകി. ഞാനിന്ന് പത്തനംതിട്ട ഇത് ബിവറേജ് സ്റ്റോറിൽ ഒരു ഓഫീസേഴ്സ് സ്റ്റോറിന്റെ ഒരു ഹാഫ് വാങ്ങിച്ചു. അപ്പൊ അതിനകത്ത് MRP 480 എഴുതിയിരിക്കുന്നത്. 490 വാങ്ങിച്ചിരിക്കുന്നു. പ്രൈസ് കൂടിയത് ഞാൻ പറയുന്നുണ്ട്. ഐ വാസ് എക്സ് മാൻ. ഞാൻ അദ്ദേഹത്തെ പഠിപ്പിക്കില്ല. എന്തുകൊണ്ട് MRP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ പഠിപ്പിക്കില്ല. മാക്സിമം റിറ്റെയിൽ പ്രൈസ് ആണ്. അപ്പൊ അതിന്റെ ഓൾഡ് സ്റ്റോക്ക് ആകുമ്പോൾ ആ റേറ്റിലല്ലേ വിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ നാളെ ഒരു കേസിന് പോയി കഴിഞ്ഞാൽ എന്റെ കുപ്പിയിരിപ്പുണ്ട്. എല്ലാം കൂടെ ഞാനൊരു കേസിന് പോകുന്നുള്ള സെക്കൻഡ് തിങ്. മദ്യത്തിന് സർക്കാർ വില കൂട്ടിയെങ്കിൽ പഴയ സ്റ്റോക്കിന് എന്തിന് പുതിയ വില ഈടാക്കണം എന്നായി മദ്യം വാങ്ങിച്ചയാൾ. അല്ലെങ്കിൽ പഴയ MRP സ്റ്റിക്കർ മാറ്റി പുതിയ വിലപ്രകാരമുള്ള സ്റ്റിക്കർ പതിപ്പിക്കണം എന്നും മദ്യം വാങ്ങിയ വ്യക്തി വാദിച്ചു. ഈ MRP കൂടുതൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റോ കേരള ഗവൺമെന്റോ എന്നോട് പറഞ്ഞ അവിടെ ഒരു നോട്ടീസ് ഇട്ടുണ്ട്. അതെനിക്ക് ബാധകമല്ല. കാര്യം ഈ ഭൂതക്കണ്ണാടി വെച്ച് വായിക്കാൻ പോലും ഇല്ലാത്തൊരു ഭൂതക്കണ്ണാടി പോലെ ഒരു നോട്ടീസ് ഇട്ടുണ്ട്. ഞാൻ അത് എഗ്രി അല്ല. MRP ഇടിച്ചു കഴിഞ്ഞാൽ ഓൾഡ് സ്റ്റോക്ക് വിൽക്കുക. ന്യൂ സ്റ്റോക്ക് വരുമ്പോഴല്ലേ അതിന്റെ MRP അല്ലെ അത്രയും ബോട്ടിൽ റിട്ടേൺ ചെയ്തിട്ട് അതിനകത്ത് പുതിയ ലേബൽ ഒട്ടിക്കണോ വേണ്ടയോ? ഇനി ഒരു സർക്കാർ ഉത്തരവ് കൂടി കാണാം. മദ്യത്തിന് വില വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ ബിവറേജസ് കോർപ്പറേഷന്റെ കൈവശമുള്ള മദ്യശേഖരം പുതിയ MRP വില മദ്യക്കുപ്പിയിൽ പ്രിന്റ് ചെയ്യാതെ തന്നെ പുതിയ വിലപ്രകാരം വിൽക്കാൻ അനുമതി നൽകിക്കൊണ്ടുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവാണിത്. ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ചെയർപേഴ്സൺ ആൻഡ് മാനേജിംഗ് ഡയറക്ടർക്കാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിലൂടെ അനുമതി ലഭിച്ചിട്ടുള്ളത്. പക്ഷേ കേസിന് പോകാൻ തന്നെയാണ് മദ്യം വാങ്ങിയ വ്യക്തിയുടെ തീരുമാനം. യെസ്, അപ്പൊ എനിക്ക് ആ 10 രൂപ ഒന്നേ റിട്ടേൺ ചെയ്യുക. അതർവൈസ് ഞാൻ വന്നിട്ട് കേസിന് പോവുകയാണ്. ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടാ പോകുന്നത്. ഞാൻ കേസിന് എന്റെ ബില്ലുണ്ട്, ബോട്ടിലിന്റെ ഇതുകൊണ്ട്, CCTV ഫുട്ടേജും ഉണ്ട്. അപ്പൊ കേസ് ജയിക്കോ ഇല്ലയോ എന്നുള്ള ഒന്നാമത്തെ കാര്യം, കസ്റ്റമറിനോട് ഡീൽ ചെയ്യുന്ന ആ ഒരു രീതി അദ്ദേഹത്തിന്റെ, എന്റെ ജ്യേഷ്ഠന്റെ പ്രായം ഉണ്ടായിരിക്കും. മേ ബി ഞാൻ അദ്ദേഹത്തിന്, പക്ഷെ പ്രായം കൊണ്ട് എനിക്ക് തോന്നുന്നത് ജ്യേഷ്ഠനെക്കാട്ടിൽ പ്രായം കാണുമായിരിക്കും. പക്ഷെ ഒരു ഇതുപോലൊരു ലിക്വർ ഷോപ്പിൽ കയറുമ്പോൾ അങ്ങനെയല്ല കാര്യങ്ങളും. കസ്റ്റമർ മീൻസ് കസ്റ്റ് പ്ലസ് മാർക്ക്. കഷ്ടം കൊണ്ട് മരിക്കുന്നവനെ കസ്റ്റമർ. വി ആർ നോട്ട് എ കസ്റ്റമർ, വി ആർ എ ക്ലയന്റ്. ഓക്കെ. റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.